ഡോക്യുമെന്ററിയിലെ ഒരു ഭാഗം ശ്രദ്ധിക്കൂ. ഈ ശുഹദാക്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നത് ഏർവാടിയിലെത്തുന്ന ആർക്കും ബോധ്യപ്പെടും. മാറാരോഗങ്ങളിൽ നിരാശ പൂണ്ടവർ, ചിത്തഭ്രമം ബാധിച്ചവർ, മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നവർ തുടങ്ങി ഏർവാടിയിലെത്തുന്നവരുടെ പ്രശ്നങ്ങൾ പലതരങ്ങളാണ്. എല്ലാവരെയും ശുഹദാക്കൾ നേരിട്ട് നിയന്ത്രിക്കുന്നുവെന്നതാണ് ഇവിടെ ദർശിക്കാവുന്ന ചിത്രം. ഹൈന്ദവ ആചാരങ്ങളിൽ പലതും ഇവിടെ നടമാടുന്നു. കാശി, രാമേശ്വരം, പഴനി എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾ ആചരിച്ചുവരുന്ന തലമുണ്ഡനം ചെയ്യൽ വഴിപാട് ഇവിടെ എത്തുന്നവർ നടത്തുന്നു. ഹൈന്ദവ വിശ്വാസികളോടും അവരുടെ രീതികളോടും സദൃശപ്പെടാനുള്ള ഈ നടപടിക്ക് ഇസ്ലാം എത്രമാത്രം എതിരാണെന്ന് അല്പമെങ്കിലും മതബോധമുള്ള ആരും അംഗീകരിക്കുന്ന കാര്യമാണ്. നേർച്ചോണ്ട് എന്താണ് ഫലം കണ്ടു തുടങ്ങിയോ? ഇതുവരെയും ഒരു കൊല്ലമായി. ഇതുവരെയും എന്റെ ഇല്ല. അപ്പൊ എന്താ നിങ്ങളുടെ നേർച്ച എന്താണ്? നേർച്ച എന്താണെങ്കിൽ പയ്യനക്ക് മുടിയെ കളയാണോ കേട്ടാ, അവിടെ മണ്ണെല്ലാം ശരിയാവണം. ഈ കുട്ടീന്റെ ഈ കുട്ടീന്റെ മണ്ണെല്ലാം ശരിയാവണം. മുടി കളയണം. ആമാ, ഈ ചെറുക്കനുடைய കാര്യവും പയ്യൻ. കണ്ണും കാതും മനസ്സും പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുമാറ് ഏർവാടിയിൽ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചൂഷണങ്ങളും തകൃതിയായി അരങ്ങേറുകയാണ്. ദുർബല ന്യായീകരണങ്ങൾ കൊണ്ട് അവയെല്ലാം മറച്ചുവെക്കാനാവുമെന്നാണ് തൽപരകക്ഷികൾ ധരിച്ചിരിക്കുന്നത്. ഇർഫാദ് ലേഖകന്റെ വരികൾക്കിടയിൽ വായിച്ചാൽ തന്നെയും കേസെടുക്കൽ തുടങ്ങി ഏർവാടിയിലെ അനാചാരവൃത്തികളുടെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാം. ഭ്രാന്ത് അഭിനയിക്കുന്നവർ ഇവിടെയുണ്ടെന്ന് അന്നാട്ടുകാരനായ സർവർ ആലം പറഞ്ഞു. ചിലർ വിവിധ കേസുകളിൽ മുങ്ങി ഇവിടെയെത്തി ചങ്ങലയിൽ കഴിയുന്നവരാകാം. വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ CBI ഏർവാടിയിലെത്താറുണ്ട്. നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കയ്യിലും കാലിലും ഇത്തരക്കാർ സ്വയം കുരുക്കുകളിടുന്നു. ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കുന്നവർ തട്ടിപ്പ് നടത്തുന്നുവെന്ന് കേട്ടു. എന്താണ് സത്യാവസ്ഥ? പലരും തൊഴിലെടുക്കാതെ ജീവിക്കാൻ ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കുന്നുണ്ട്. മക്കാമിനടുത്ത് ഇളകിയാടുന്നവരിൽ പോലും വ്യാജന്മാരുണ്ട്. നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല. സ്ഥിരമായി കാണുന്ന ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. പോലീസ് പിടിക്കുമ്പോൾ ഇബ്രാഹിം ബാദുഷയുടെ പേര് വിളിച്ചു ഭ്രാന്തന്മാരെ പോലെ ഓടി നടക്കുന്നു. ഇങ്ങനെ പോലീസുകാരും കള്ളന്മാരെ തിരിച്ചറിയാതെ കുഴങ്ങുകയാണ്. തമിഴ്നാട്ടിലെ കള്ളന്മാരെ തിരിച്ചറിയാൻ പ്രയാസമില്ല. കേരളക്കാരനെ കള്ളനാണെന്ന് തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. വരുന്നവരൊക്കെ വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിക്കും. പലർക്കും താടിയും തലപ്പാവും ഉണ്ടായിരിക്കും. ഖുർആനോദാനും അറിയുന്നവരാണ് ഇത്തരക്കാർ. ഇവരെ എങ്ങനെ സംശയിക്കും? സാമൂഹ്യദ്രോഹത്തിന്റെയും തിന്മകളുടെയും മനുഷ്യരാഹിത്യത്തിന്റെയും വളർത്തുകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഏർവാടി എന്ന സത്യം മറച്ചുവെക്കുവാൻ ആർക്കും സാധ്യമല്ല. കണ്ണും കാതും കരളുമുള്ള പച്ച മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമാറ് യാഥാർത്ഥ്യങ്ങൾ ഇവിടെ വ്യക്തം. ചികിത്സയുടെയും ആത്മീയ സൌഖ്യത്തിന്റെയും പേരിൽ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്ന കാഴ്ച ഇവിടെ കാണാം. കാലിൽ ഇരുമ്പ് വളയവും ചങ്ങലയും അണിയിക്കപ്പെട്ട് നരകയാതന അനുഭവിക്കുന്ന ഒട്ടനവധി പേർ. ഇവരിൽ 99% കേരളത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരോ മാറ്റി നിർത്തപ്പെട്ടവരോ ആണ്. മനോരോഗ ചികിത്സയുടെ പേരിൽ നടമാടുന്ന ലൈംഗിക വൈകൃതങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഏറെയാണ്. എന്നാൽ ഇത്തരം കിരാതവൃത്തികളും തിന്മകളും മറച്ചുപിടിക്കുവാൻ തൽപരകക്ഷികൾ പരിശ്രമിക്കുന്നു. ഏർവാടിയിലെ അലസവും ഉത്തരവാദിത്വമില്ലാത്തതുമായ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താനായി ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കിയവരിൽ ചിലരെ പിടിച്ചു നിർത്തി അവരെക്കൊണ്ട് വ്യാജ കഥകളും കള്ളസാക്ഷ്യങ്ങളും പറയിച്ച് അത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ പകർത്തി വിശ്വാസികളെ വഴിതെറ്റിക്കുകയാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. ആലപ്പുഴ സ്വദേശി അബ്ദുൾ റഹീം തന്റെ അനുഭവം വിവരിക്കുന്നു. എന്റെ സ്ഥലം പുന്നപ്പുറം, ആലപ്പുഴ ജില്ലയ്ക്ക് തൊട്ട് പ്രദേശം. എന്റെ പേര് അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം. ഇവിടെ വന്നിട്ട് 7 വർഷമായി. 7 വർഷത്തിലും ആയെങ്കിലും ഞാൻ നേരെ വീട്ടിൽ പോകും, ഇവിടെ നിൽക്കും. കുടുംബസമേതമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്ക് ഒരു മാനസികമായിട്ടൊരു അസുഖം ഉണ്ടായി. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് ഒരു 6 മാസത്തോളം കിടന്നിട്ട് യാതൊരു കുറവുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു മെയിൻ ഡോക്ടറാണ്. മെയിൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ ജെയിംസ് ഡോക്ടർ എന്ന് പറയും. ആലപ്പുഴയിലെ ഏറ്റവും വലിയൊരു ഡോക്ടറാണ്.
6 മാസം നോക്കിയിട്ട് സ്കാൻ ചെയ്യുകയും പിന്നെ തല സ്കാൻ ചെയ്യുകയും ഷോക്ക് അടിക്കുകയും മറ്റുള്ള രീതികളെല്ലാം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരുപാട് പണങ്ങൾ ഇങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞിട്ട് യാതൊരു കുറവില്ല. അത് കഴിഞ്ഞ് അടുത്തൊരു ഡോക്ടറാണ്, മൂർത്തി എന്ന് പറയും, ആലപ്പുഴയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിനെയും കാണിച്ചിട്ടും യാതൊരു കുറവില്ല. അപ്പോൾ ഇങ്ങനെ ഏറുവാടി എന്നിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭീമാവള്ളി എനിക്ക് നല്ല പരിചയമുണ്ട്. നമ്മുടെ അടുത്തായിട്ട് വരും, ഞങ്ങൾ ഭീമാവള്ളിയിൽ പരിചയമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞാൻ പോയില്ല. അപ്പോൾ ഏറുവാടി എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ പേര് എന്തോ ആയിട്ടെന്നും പറഞ്ഞ് ഏതായാലും ഇവിടെ വന്നെങ്കിലും ഏറുവാടി വന്നപ്പോൾ പരസ്പരം അനുഗ്രഹിച്ച് ഇപ്പോൾ വളരെയേറെ കുറവുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും സുഖമില്ലായിരുന്നു. ഇപ്പോൾ ഈ 3 മക്കളും എല്ലാം ഫ്രീ ആയി. എൻ്റെ പെണ്ണുമ്പിള്ള ഭയങ്കരമായി ചങ്ങല കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് കുടിക്കാനും എടുക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് തരാനില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു സുൽത്താൻ എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട ഈ കമ്മിറ്റിയുടെ ഒരു അധികാരികളുമായ ബഹുമാനപ്പെട്ട ജഹാംഗീർ സുൽത്താനാണ് എനിക്ക് റൂം തരികയും എനിക്ക് സ്ഥിരമായിട്ട് എനിക്ക് ഭക്ഷണങ്ങൾ തരികയും ചെയ്തിരുന്ന എൻ്റെ ഒരു സഹകരണത്തിൻ്റെ പേരിൽ എനിക്ക് തന്നെ സഹായിക്കുകയും വളരെയേറെ സഹായ സഹകരണങ്ങൾ എനിക്ക് ചെയ്യും. പിന്നെ എൻ്റെ ഭാര്യയെ കൊണ്ട് കുളിപ്പിക്കുകയാണ്. ഇവിടുത്തെ മരുന്നൊന്നും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടുന്ന് ബ്രാഹ്മണ ഷാപ്പായും തരുന്ന ഒരു മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ട് ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ കൊണ്ട് കുളിപ്പിക്കും. രാവിലെ കൊണ്ട് കുളിപ്പിക്കും, വൈകിട്ട് വരും. പിന്നെ ഇവിടുന്ന് വെച്ച് നേർച്ച വെളിച്ചെണ്ണ മേടിക്കും. പിന്നെ യാസീനും ഫാത്തിഹ ഓതും. പിന്നെ എല്ലാ ദർഗകളിലും നടന്ന് അള്ളാഹു റസൂലും കഴിഞ്ഞ് അവിടേക്ക് ദ്വാരക്കും. എന്തായാലും എന്നെപ്പോലെ ഒരുപാട് പേർക്ക് അങ്ങനെ രോഗങ്ങൾ ഉണ്ട്. ഇവർ പുറത്തിറക്കിയ ഒരു CD-യിൽ ഏർവാടിയുടെ മഹത്വത്തിന് നൽകപ്പെടുന്ന ദൃക്സാക്ഷി വിവരണമാണ് നാം കണ്ടത്. കേരളത്തിലെ പ്രമുഖ ഖബർ പൂജാ കേന്ദ്രമായ ഭീമാപള്ളിയുടെ സമീപ ജില്ലക്കാരനായിരുന്നിട്ടും ഈ വ്യക്തിക്ക് താൽപര്യവും വിശ്വാസവും ഉണ്ടായത് ഏർവാടിയിലാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത തന്റെ ഭാര്യയുടെ മാനസിക രോഗത്തിന് ഏർവാടിയിൽ ശമനം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ എത്തിച്ചേർന്ന ഈ വ്യക്തിക്കും കുടുംബത്തിനും വർഷം 6 കഴിഞ്ഞിട്ടും തിരിച്ചു പോകാനായിട്ടില്ല എന്ന് ഇദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ അസുഖം പൂർണ്ണമായി ഭേദമായി എന്ന് പറയുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്ന് മാത്രവുമല്ല, സ്വന്തം ജീവിതം ഏർവാടിയുടെ പരിസരത്ത് തളച്ചിട്ടതിന് സാധൂകരണം കണ്ടെത്തുവാനും സാധിക്കുന്നില്ല. ഉത്തരവാദിത്വമുള്ള ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുവാൻ ഏർവാടിയിൽ ശരണം പ്രാപിക്കുകയാണ് പലരും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഇത്തരം വ്യക്തികളുടെ വെളിപ്പെടുത്തലുകൾ സഹായിക്കുന്നു. ഏർവാടി എല്ലാ രോഗങ്ങൾക്കും ശമനവും സൌഖ്യവും നൽകുന്ന സ്ഥലമാണെന്ന് തൽപരകക്ഷികൾ പ്രചരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഏർവാടി പരിസരത്ത് അടിഞ്ഞുകൂടിയവരിൽ ആർക്കും ഭൗതികാതീതമായ രീതിയിലുള്ള സൌഖ്യം പ്രാപിച്ചതായി തെളിയിക്കുവാൻ സാധിക്കും.